എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ശങ്കരനാരായണൻ. ഇന്നത്തെ ചർച്ചാ വിഷയം കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം. എന്താണ് മലബന്ധം? നമ്മുടെ സമൂഹത്തിൽ മലബന്ധം ഒരു നാണക്കേടായി കരുതി ചികിത്സ തേടാതെ കൊണ്ടു നടക്കുന്ന കുറേ വ്യക്തികളുണ്ട്. അവരുടെ ഒരു അറിവിലേക്ക് വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ചും ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്താണ് മലബന്ധം? നാം കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ ദഹനപ്രക്രിയ കഴിഞ്ഞ് വൻകുടലിലെത്തുന്നു. അവിടെ വെച്ച് വെള്ളം വലിച്ചെടുത്തതിന് ശേഷം അത് മലമായി രൂപാന്തരപ്പെട്ട് മലാശയത്തിലെത്തുമ്പോൾ മലശോധന തോന്നി വയറ്റിൽ നിന്ന് പോകാറാണ് പതിവ്. സാധാരണഗതിയിൽ ഒരു വ്യക്തി ഒരു ദിവസം ഒരു തവണ മുതൽ 3 തവണയാണ് വയറ്റിൽ നിന്ന് പോകുന്നത്. എന്നാൽ ഇത് ആഴ്ചയിൽ 3 തവണയ്ക്ക് താഴെ വരുന്ന ഒരു അവസ്ഥയാണ് മലബന്ധം എന്ന് നാം പറയുന്നത്. പലർക്കും ഇതിൻ്റെ കൂടെ മലം ഇറുകിപ്പോവുക, അല്ലെങ്കിൽ കട്ടിയുള്ള മലം പോവുക, വളരെ സമ്മർദ്ദം ചെലുത്തി മലം പോവുക, പൂർണ്ണമായിട്ട് മലം പോയി ഇല്ല എന്നൊരു തോന്നൽ, അതുപോലെ തന്നെ കുറേ സമയമെടുക്കുക, അമിതമായിട്ട് വൈറൽ ഗ്യാസ് നിറയുക, ദഹനക്കുറവ്, ഇതെല്ലാം തന്നെ അനുഭവപ്പെടാറുണ്ട്. ഇനി മലബന്ധത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്ന്, ഹാബിച്വൽ കോൺസ്റ്റിപ്പേഷൻ, അതായത് കുട്ടിക്കാലം മുതലുള്ള ഒരു ശീലം. ഒരുപക്ഷെ മാതാപിതാക്കൾ കുട്ടികൾക്ക് വേണ്ടത്ര ടോയ്ലറ്റ് ട്രെയിനിങ് നൽകിയില്ല എന്നുണ്ടെങ്കിൽ ഇത് സംഭവിക്കാം. അതുപോലെ ആയാസരഹിതമായിട്ടുള്ള ജീവിതശൈലി, അതായത് സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, അതുപോലെ വ്യായാമം കുറവുള്ള വ്യക്തികൾ, മാനസിക പിരിമുറുക്കം അമിതമായിട്ട് അനുഭവിക്കുന്ന വ്യക്തികൾ, മനോരോഗമുള്ളവർ, ഉദാഹരണത്തിന് വിഷാദ രോഗമുള്ളവർ, ഇവർക്കൊക്കെ തന്നെ കോൺസ്റ്റിപ്പേഷൻ കാണാറുണ്ട്. അതുപോലെ ഭക്ഷണക്രമത്തിൽ ശ്രദ്ധ ചെലുത്താത്ത ആൾക്കാർ, ആവശ്യത്തിന് വെള്ളം കുടിക്കാത്ത ആൾക്കാർ, ആവശ്യത്തിന് നാരടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്താത്ത ആൾക്കാർ, ഇവരിലും കോൺസ്റ്റിപ്പേഷൻ കാണാറുണ്ട്. അതുപോലെ തന്നെ പല മെഡിസിൻസും, നമ്മൾ സ്ഥിരമായി കഴിക്കുന്ന പല മരുന്നുകളും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കാറുണ്ട്. ഉദാഹരണത്തിന് അനീമിക്ക് കഴിക്കുന്ന അയൺ ഗുളികകൾ, അതുപോലെ മനോരോഗത്തിന് കഴിക്കുന്ന ആൻറ്റിസൈക്കോട്ടിക് മെഡിക്കേഷൻസ്, വേദന സംഹാരിയായിട്ടുള്ള ഓപ്പിയോയിഡ് അനാൽജസിക്സ്, ഇവയൊക്കെ തന്നെ മലബന്ധത്തിന് കാരണമായി വരാറുണ്ട്. അതുപോലെ തന്നെ വൻകുടലിൻ്റെ പെരിസ്റ്റാൾസിസിന് വേണ്ട ഒരു ഹോർമോണാണ് തൈറോക്സിൻ. ഇത് തൈറോയ്ഡ് ഗ്രന്ഥിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. രക്തത്തിൽ തൈറോക്സിൻ്റെ അളവ് കുറയുന്ന അസുഖം, ഹൈപ്പോതൈറോയിഡിസം ഉള്ള വ്യക്തികളിലും മലബന്ധം കാണാറുണ്ട്. അതുപോലെ തന്നെ പ്രമേഹ രോഗമുള്ളവർ, റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, സ്ട്രോക്ക്, ഡിമെൻഷ്യ, പാർക്കിൻസോണിസം ബാധിച്ചവർ, ഇവർക്കൊക്കെ തന്നെ മലബന്ധം ഉണ്ടാകാറുണ്ട്. ഗർഭിണികളിലും സ്ഥിരമായി മലബന്ധം കാണാറുണ്ട്. വ്യായാമക്കുറവ്, അമിതമായ മാനസിക സംഘർഷം, പ്രൊജസ്ട്രോൺ, ഇവയൊക്കെയാണ് കാരണങ്ങൾ. അതുപോലെ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥയും വൻകുടലിൻ്റെ പ്രവർത്തനം തമ്മിൽ വളരെ അടുത്ത ഒരു ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്ന വ്യക്തികൾക്ക് കോൺസ്റ്റിപ്പേഷൻ വരുന്നത്. അതിനെയാണ് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയുന്നത്. പിന്നെ വളരെ പ്രധാനപ്പെട്ടതും മാരകവുമായിട്ടുള്ള ഒരു കാരണമാണ് വൻകുടലിലുള്ള അർബുദ രോഗം. ഒരുപക്ഷെ മലബന്ധമായിരിക്കും ആദ്യം കാണുന്ന ഒരു സിംറ്റം. വളരെ നേരത്തെ തന്നെ വൻകുടലിലെ അർബുദം ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫലപ്രദമായ ഒരു ചികിത്സ നൽകുവാനും അതുവഴി ആ വ്യക്തിയുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് പൊതുവെ മലബന്ധത്തിനുള്ള കാരണങ്ങൾ. അതുപോലെ സ്ഥിരമായ കോൺസ്റ്റിപ്പേഷനുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ക്രോണിക് കോൺസ്റ്റിപ്പേഷനുള്ള വ്യക്തികൾക്ക് എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നത്? ഒന്ന്, സ്ഥിരമായിട്ട് പ്രഷർ ചെലുത്തുന്നതുകൊണ്ട് മലദ്വാരത്തിലുള്ള വെയിൻസൊക്കെ ഡയലേറ്റഡായി അത് പൈൽസായി രൂപാന്തരപ്പെടുന്നു. അങ്ങനെ അത് കാലക്രമേണ രക്തസ്രാവവും വേദനയും ഉണ്ടാകുന്നു. അതുപോലെ തന്നെ അമിതമായിട്ട് മലദ്വാരം വികസിക്കുമ്പോൾ ചിലപ്പോൾ അവിടെ ഒരു പൊട്ടലുണ്ടായി അവിടെ ഫിഷർ ഇൻ ഏനോ എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ ഉണ്ടാകുന്നു. വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കണ്ടീഷനാണ്. കൂടെ രക്തസ്രാവം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ക്രോണിക് കോൺസ്റ്റിപ്പേഷൻ ഉള്ള വ്യക്തികളിൽ നീർക്കെട്ട് ഉണ്ടാകാനുള്ള സാധ്യത, പെരിയൻ ലാപ്സസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അത് മുഖാന്തരം അതേ തുടർന്ന് കാലക്രമേണ ഫിസ്റ്റുല ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. പെരിയൻ ഹെമറ്റോമ എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട്. കൂടുതൽ സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ അവിടെ ചെറിയൊരു വെയിൻ പൊട്ടിയിട്ട് അവിടെ വളരെ വേദനാജനകമായിട്ടുള്ള ഒരു സ്വെല്ലിങ്, അതിന് പെരിയൻ ഹെമറ്റോമ എന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ലോക്കലി ആ ഭാഗത്ത് സംഭവിക്കുന്ന ചേഞ്ചസ്. അതുപോലെ വൻകുടലിലെ ഭിത്തിയിൽ അമിതമായിട്ട് പ്രഷർ വരുമ്പോൾ
വൻകുടലിൻ്റെ അകത്തുള്ള മ്യൂക്കോസ പുറത്തേക്ക് ചാടുന്ന ഒരവസ്ഥ അതിനെയാണ് ഡയവർട്ടിക്കുലോസിസ് എന്ന് പറയുന്നത്. കുമിളകൾ പോലെ പുറത്ത് ചാടുന്ന ഒരു അവസ്ഥയാണ് ഡയവർട്ടിക്കുലോസിസ് എന്ന് പറയുന്നത്. അത് കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് അവിടെ നിന്ന് രക്തസ്രാവവും അതുപോലെ നീർക്കെട്ടും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ക്രോണിക് കോൺസ്റ്റിപ്പേഷനുള്ള വ്യക്തികൾ അമിതമായിട്ട് പ്രഷർ ചെലുത്തുന്ന കാരണം വയറിൻ്റെ ഭിത്തിയിലുണ്ടാകുന്ന ഹെർണിയാസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇൻഗ്വൈനൽ ഹെർണിയ, അതുപോലെ അബ്ഡോമിനൽ വാൾ ഹെർണിയാസ് ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി മലബന്ധത്തിൻ്റെ പരിഹാര മാർഗങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഹാബിച്വൽ കോൺസ്റ്റിപ്പേഷനുള്ള വ്യക്തികൾ എന്നും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ടോയ്ലറ്റ് പോകാൻ ശ്രമിക്കുക. പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ 2 ഗ്ലാസ് ഇളം ചൂടുവെള്ളം കുടിച്ചിട്ട് വീണ്ടും ഒന്ന് ശ്രമിച്ചു നോക്കുക. അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഏറ്റവും പ്രധാനം. അതുപോലെ ഇന്ത്യൻ ക്ലോസറ്റ് സിസ്റ്റം ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യം. ഒരു സ്ക്വാറ്റിംഗ് പോസ്ചറിൽ നമ്മുടെ പെൽവിക് ഫ്ലോർ മസിൽസ് നന്നായി ഫങ്ഷൻ ചെയ്യുകയും ഒരു കംപ്ലീറ്റ് ഇവാക്യുവേഷൻ കിട്ടുകയും ചെയ്യും. അതുപോലെ യൂറോപ്യൻ ക്ലോസറ്റ് ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് ഒരു പക്ഷേ ഫുഡ് റെസ്റ്റ് ഉപയോഗിച്ച് കാല് കുറച്ച് പൊക്കി വെച്ച് കഴിഞ്ഞാൽ മതിയാകും. അടുത്തതായി ജീവിതശൈലിയിലും ഭക്ഷണക്രമത്തിലും നമ്മൾ വരുത്തേണ്ട മാറ്റങ്ങളാണ്. ജീവിതശൈലി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം എത്തുന്നത് വ്യായാമം. ഏകദേശം 30 മിനിറ്റോളം ഡെയിലി എക്സസൈസ് നല്ലതാണ്. പല രീതിയിലുള്ള എക്സസൈസ് ഉണ്ട്. സ്പോർട്സ് ആക്ടിവിറ്റീസ്, സൈക്ലിംഗ്, സ്വിമ്മിങ്, വാക്കിംഗ് ഇതെല്ലാം തന്നെ നല്ലതാണ്. ഇത് നമ്മുടെ വൻകുടലിനെ കൂടുതൽ പ്രവർത്തനക്ഷമമാക്കുകയും കോൺസ്റ്റിപ്പേഷൻ കുറയുകയും ചെയ്യുന്നു. അതുപോലെ പുതിയ പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത് എക്സസൈസ് നമ്മുടെ ഗട്ട് ബാക്ടീരിയയുടെ അളവ് കൂട്ടുകയും അത് കോൺസ്റ്റിപ്പേഷന് സഹായകമാകുകയും ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ മാനസികമായിട്ടുള്ള സ്ട്രെസ് ലെവൽസും വളരെ കുറഞ്ഞതായിട്ടും കാണുന്നുണ്ട്. അതുപോലെ മാനസിക പിരിമുറുക്കമുള്ളവർ യോഗ, മെഡിറ്റേഷൻ, പ്രാണായാമ ടെക്നിക്സ് ഒക്കെ ചെയ്താൽ വളരെ നന്നായിരിക്കും. ഇനി ഭക്ഷണക്രമത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. 1. വെള്ളം ധാരാളമായി കുടിക്കുക. 30 കിലോഗ്രാം ശരീരഭാരത്തിന് 1 ലിറ്റർ വെള്ളം എന്നോണം വെള്ളം എന്നും ധാരാളം കുടിക്കുക. അതുപോലെ തന്നെ നാരടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, അതുപോലെ നട്ട്സ്, ആൽമണ്ട്സ്, വാൽനട്ട്, പിസ്റ്റാഷ്യോ, പീനട്സ്, സീഡ്സ്, പ്രത്യേകിച്ച് പംകിൻ സീഡ്സ്, ചിയ സീഡ്സ്, സൺഫ്ലവർ സീഡ്സ്, അതുപോലെ തന്നെ അൺറിഫൈൻഡ് ആയിട്ടുള്ള ഗ്രെയിൻസ്, ധാന്യങ്ങൾ, തവിട് കളയാത്ത ധാന്യങ്ങൾ, ഉദാഹരണത്തിന് ബ്രൗൺ റൈസ് ആയിരിക്കും നല്ലത്. അതുപോലെ അൺപ്രോസസ്ഡ് ഓട്സ്, ഇതൊക്കെ തന്നെ നമ്മുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ മലബന്ധത്തിന് വളരെ നല്ലതാണ്. അതുപോലെ ജങ്ക് ഫുഡ്സ് എത്രയും കഴിയുന്നത്ര അവോയ്ഡ് ചെയ്യാൻ നോക്കും. ഇനി മലബന്ധമുള്ള വ്യക്തി എപ്പോഴാണ് ഡോക്ടറെ സമീപിക്കേണ്ടത്? വിട്ടുമാറാത്ത മലബന്ധം, മലത്തിൽ കൂടെ രക്തസ്രാവം, ശരീരം ശോഷിക്കുക, വിശപ്പില്ലായ്മ, നിരന്തരമായ ഛർദി, വയറുവേദന, വയറ് പെരുപ്പ്, ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ സമീപിച്ച് വൻകുടലിൽ തടസ്സം ഒന്നുമില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. 40 വയസ്സിന് മുകളിൽ മലബന്ധമുള്ള വ്യക്തികൾ ഒരുപക്ഷെ ഒരു സ്ക്രീനിങ് കൊളോണോസ്കോപ്പി ചെയ്യുന്നതായിരിക്കും ഉചിതം. എന്തെന്നാൽ എത്രയും പെട്ടെന്ന് തന്നെ വൻകുടലിലെ അർബുദം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിന് ഇന്ന് ഫലപ്രദമായിട്ടൊരു ചികിത്സയും അതുവഴി ആ രോഗിക്ക് ആയുസ്സുള്ള ഒരു ജീവിതവും നല്ലൊരു ക്വാളിറ്റി ഓഫ് ലൈഫും പ്രദാനം ചെയ്യാൻ സാധിക്കും. ഹൈപ്പോതൈറോയിഡിസം ഉള്ള വ്യക്തികൾ എൽട്രോക്സിൻ എന്ന് പറയുന്ന ഗുളിക കഴിച്ച് തൈറോയിഡ് ഹോർമോണിൻ്റെ ലെവൽ നിയന്ത്രിക്കേണ്ടതാണ്. അതുപോലെ തന്നെ അയൺ പ്രിപ്പറേഷൻ കഴിച്ച് മലബന്ധം ഉണ്ടായിട്ടുള്ള വ്യക്തികൾക്ക് നാനോ ഫോംസ് മുതലായിട്ടുള്ള അയൺ ഫോംസ് ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. അത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് മലബന്ധത്തിനുള്ള പരിഹാര മാർഗങ്ങൾ. അപ്പോൾ ഇന്നത്തെ ചർച്ചയിൽ മലബന്ധം അത്ര നിസ്സാരമായി കാണേണ്ട ഒരു വിഷയമല്ലെന്നും അത് ആരോഗ്യത്തെ എത്രത്തോളം ബാധിക്കുന്നുവെന്നും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. മറ്റൊരു അവസരത്തിൽ വേറൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നവരെ നന്ദി, നമസ്കാരം.